എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കണതേ രണ്ട് ഒലക്കമ്മല ചങ്ങായിമാരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിലെ കല്യാണം, ആദ്യരാത്രി, പിന്നെ പ്രസവം, പിന്നെ കുട്ടിൻ്റെ നൂലുകെട്ട്, പിന്നെ കുട്ടിൻ്റെ തന്തക്ക് കുണ്ടെന്ന് പേരിടൽ ചടങ്ങ്, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുണ്ടന്മാരുടെ 16 അടിയന്തരം സ്തോത്രം. ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാനാണ് ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ അധികം വൈകിക്കണ്ട, തുടങ്ങിയാലോ? വരി. എന്തായാലും കല്യാണച്ചക്കൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാണ്ടാവില്ലേ? നമുക്ക് ആദ്യം അതൊന്നും കണ്ടിട്ട് വരാം. അതൊന്നും കണ്ടോക്കി. കല്യാണം ഒന്നാമത് കല്യാണം വൈകാൻ കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് വെച്ചാൽ മതി എന്ന രീതിയിലാണ് കുറച്ചും കൂടെ അങ്ങനെ വൈകിപ്പിച്ചത്. പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓ, അതേതായാലും നന്നായി. അപ്പം നമ്മളെ ജാസിക്കാക്കാൻ്റെ കല്യാണം ഏകദേശം തീരുമാനമായി. പിന്നെ ഈ കല്യാണമൊക്കെ എത്രയും വഴുകാൻ കാരണേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അത്രേ. എന്തൊരുപാട് കാര്യങ്ങളെന്നാ ഈ പറയണേ? അതിനത്ര സമയമൊന്നും വേണ്ടേ. 2 പെൻസിൽ കൂർപ്പിച്ചിട്ട് കട്ടറിൻ്റെ എടുക്കുക. എന്നിട്ട് രണ്ടാളും 2 മൂലക്ക് ഇരുന്നിട്ടേ നല്ലോണം കൂർപ്പിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം മൊന പൊട്ടാതെ. മൊന പൊട്ടിക്കഴിഞ്ഞാലേ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലത്. ചിലപ്പോൾ ജാസി അത് കൂർപ്പിച്ച് ഇല്ലാതാക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഓനക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണത്. ആശയെ ഇജാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലത്തെ അതിൻ്റെ മൊന പൊട്ടിയാലേ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നടു റോട്ടിക്ക് ചവിട്ടിപ്പുറത്താക്കും. അന്ന് പിന്നെ റോട്ടിൽ കൂടെ വല്ല അണ്ടി പോയ അണ്ണാൻ്റെ മാരി ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോഴും ഓൻ വല്ല പാരസിറ്റാമോളും കുടിച്ചിട്ടേ താടി മീശയൊക്കെ വടിച്ചിട്ട് ഓൻ പറയും ഞാൻ ട്രീറ്റ്മെൻറ്റിലാണെന്ന്. അപ്പോഴും പെടുന്നത് ഇജാണ്. നല്ലോണം ശ്രദ്ധിച്ചോ. അല്ല ആരെത്താ ഞാനിത് ഈ പറയണല്ലേ? അത് വല്ല കഴുതകളത്തും പറയുകയാണെങ്കിലേ അതിന് വെയ്ക്കണ മാതിരി അത് തൊള്ളടും. ഇതൊന്നും ചെയ്യൂല. ഇതൊരു അനങ്ങാമല. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. കല്യാണ ചെറുക്കന് വേറെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അതും കൂടി ഒന്ന് കേൾക്കാം. ഇതൊന്നും ഉണ്ടോക്കി. ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എനിക്ക് ഒരാൾ മിസ് ചെയ്ത് പോകരുത്. അപ്പോഴും ഞാൻ ലിസ്റ്റിംഗ് ഓർമ്മയിൽ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും വിളിക്കും. നിങ്ങൾ എല്ലാവരും വിളിക്കും. ഒരാൾക്കൊരു എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരെയും വിളിക്കും. ഒരാളെ ഒഴിവാക്കൂല. ഓ, എൻ്റെ കല്യാണത്തിന് ലിസ്റ്റൊക്കെ കടന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ. അത് വല്ല കുണ്ടന്മാരെ മീറ്റപ്പ് എന്തെങ്കിലും വെച്ചാൽ മതി. അതിന് വരുന്ന ആൾക്കാർ തന്നെയുള്ളൂ എൻ്റെ കല്യാണത്തിന് വരിക. പിന്നെ കുറേ ക്യാമറ കണ്ണുകളും. ഓല് പിന്നെ ഇജ്ജ് തിന്നണുണ്ടോ തൂർണുണ്ടോ നോക്കി നടക്കല്ലേ. അല്ലാതെ ആരും വരുന്ന എനിക്ക് തോന്നണില്ല. അല്ലാന്നോ ഇനി ഇവരെ അണ്ടിത്തല്ലിനെ പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞാനെന്തായാലും പോവില്ല. എന്നിട്ട് വേണം നാട്ടുകാർ മൊത്തം പറയാൻ അണ്ടിത്തല്ലിന് കൂട്ടുവന്നു. എനിക്ക് വെച്ച പേര് ദോഷം കേട്ടാൻ. എനിക്ക് സാധാരണ കല്യാണത്തിന് പോകാൻ തന്നെ മടിയാണ്. പിന്നെയാണ് ഇപ്പോൾ ഈ അണ്ടിക്കല്യാണം. എന്തായാലും ഇപ്പോൾ കുണ്ടന്മാരെ കല്യാണമല്ലേ. അപ്പോൾ വേറെയും കുറേ കുണ്ടന്മാരൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മന്തി, സുർബേനി, നെയ്ച്ചോറ് ഇങ്ങനെയുള്ളതൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല ഒന്നാന്തര കുണ്ടൻ ബിരിയാണി കൊണ്ട് വെച്ചോ. അതാവുമ്പോൾ എന്താ അറിയോ, വരുന്ന കുണ്ടന്മാർക്കേ ഒരു ഉളുപ്പില്ലാതെ ചങ്കിന്ന് നടക്കാലോ. ഇവൻ്റെയൊക്കെ കല്യാണത്തിന് പോകണ പോലെ സമ്മതിക്കണം. ഒരുത്തപ്പം തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബുക്ക് ചെയ്യുന്നുണ്ട് ഇന്നെ വിളിക്കൂലേന്ന് വെച്ചിട്ട്. അയറ്റോൾക്കോ നാണല്ലാതെ ഇറങ്ങി തിരിച്ചിക്കാണ്. ഈ ചോദിക്കണ ആൾക്കാർക്ക് അതിന് ഒത്തിരിയും നാണം വേണ്ടേ. അതൊക്കെ പോട്ടെ, കല്യാണം കഴിഞ്ഞു എന്ന് വെക്കാം. അപ്പോൾ പിന്നെ യുദ്ധരാത്രി എങ്ങനെയൊക്കരം, അല്ല ആദ്യ രാത്രി എങ്ങനെയൊക്കരം പോട്ടെ. അതും പോട്ടെ. അതും എങ്ങനെയൊക്കെ ടെക്നിക്ക് പരമായിട്ടേ ഇവരതും ചെയ്യും. അപ്പൊ പിന്നെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടേ ഈ പിറ്റേ ദിവസം രാവിലെ തന്നെ ആശിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. അത് ദാക്കാരം. ഓ, എപ്പിടി ഇരുന്നിരിക്കും. ഇതിലെന്തായാലും ഞാൻ ആശിൻ്റെ കൂടെയാണ്. ഈ ജാസിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കണു മുളകും അച്ചാറും തിന്നല്ലേന്ന്. എന്നിട്ട് നിങ്ങളെ കല്യാണത്തിനുള്ള അരിമുളക് അച്ചാർ മൊത്തം തിന്നിട്ടല്ലേ ഈ പ്രശ്നം. എന്നിട്ട് ജാഷിൻ്റെ അടുത്ത് എരിയണുണ്ടോ കരിയണുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ആശിമണ്ണ ഒന്നും മുണ്ടൂല. പിന്നെ അവൻ്റെ ഫിലമെന്റ് മൂടി എരിയും കൂടിയും ചെയ്താലോ തീരെയും മുണ്ടൂല. നോക്കി വയ്ക്കും. ജാസി മുഖത്ത് നോക്കിയിട്ടേ ഇമാതിരി ചോദ്യം ചോദിച്ചിട്ടും വല്ല ഇളക്കമുണ്ടോ? വല്ല മൊയന്തകളെ ഷോക്കടിച്ചമാരിയേ കിളിയും പാറി നിൽക്കുന്നു. വല്ലാത്തൊരു ജന്മം തന്നെ അത്. അതൊക്കെ പോട്ടെ. ഇത്രയൊക്കെ ചെയ്യാൻ വയ്ക്കുന്ന ആൾക്കാർക്കേ ഒരു ദിവ്യഗർഭം ഉണ്ടാക്കാനാ പണി. ഒറ്റ ദിവസം കൊണ്ട് പോലെ അതും ഉണ്ടാക്കും. അതും 10 മാസത്തെ വയറും. അതൊന്നും ഉണ്ടോക്കി. എന്താ ഈ ആശി കാണിക്കണേ? ഈ ആശിക്ക് തീരെ അന്തല്ലേ. എന്തൊരു കഷ്ടാണിത്. ഈ സമയത്ത് അധികം കുമ്പിടിപ്പിക്കാൻ പറ്റൂല എന്നറിയില്ലേ. ഒന്നുമില്ലെങ്കിൽ അതൊരു ഗർഭണനല്ലേ. ഇങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലേ എല്ലാം പാടെ ആ മൂട്ടുകൂടെ പോന്നാലോ. എല്ലാവരും പാടെ ഒരു വഴിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇജ്ജ് സ്വീപ്പ് ഉണ്ടാക്കരുതേ. നേരെ നോക്കണം കേട്ടോ. എന്തായാലും നമുക്കേ ഇതിന്റെ ബാക്കിയും കൂടി ഒന്ന് കാണാം. അയ്യോ, എന്തായി കാണിക്കണേ?
അല്ല ജാസിയെ ഇജ്ജെന്തേ കാണിക്കണേ? അങ്ങനെ ആ കൈ കൊണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് അമർത്താൻ പറ്റൂ? അങ്ങനെ ചെയ്യുമ്പല്ലേ കുട്ടിക്ക് പ്രഷർ താങ്ങാതെ കുട്ടി താഴത്തുള്ള ആ മുള്ളാണിമ പിടിച്ച് തിരിച്ചും. അപ്പോൾ അത് കുട്ടിക്കും ഉമ്മാക്കും ആപത്താണ്, അല്ല ഇപ്പാക്കും ആപത്താണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനു പറയണു? ഒരു ഭർത്താവാന്ന് പറഞ്ഞിട്ട് ഒരു മൊണ്ണായിക്കൂടെ നടക്കണം, ഒന്നും നോക്കൂല, തിന്ന് അപ്പിടുക കടന്നുറങ്ങുക, അതാണ് അവൻ്റെ പണി, വേറെ ഒന്നും ചെയ്യൂല. ഈ നേരത്തെ ഗർഭിണന്മാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഇജ്ജ് ചെയ്തു കൊടുക്കണം. എന്തായാലും ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നുണ്ട്, അതെന്താന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. ഹലോ അയ്യവ, എന്ത് രസമുള്ള കാഴ്ച! ഈ കാഴ്ചഞ്ഞേ വേറെ എവിടെയും കാണാൻ കിട്ടൂല. ഒരണ്ടിയുള്ള മാങ്ങേ ഒരണ്ടിയുള്ള ചങ്ങായി തിന്നണ കാഴ്ച, അതിമനോഹരമായ കാഴ്ച. എന്തിനാണ് ചങ്ങായിമാരെ നാട്ടുകാരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഓൾറെഡി എല്ലാവർക്കും ഓരോ അണ്ടിയില്ലേ, എന്നിട്ട് ഓന് മരത്തുമ്മ വലിഞ്ഞേറിയിട്ട് ഒരു അണ്ടിയുള്ള മാങ്ങയും കൂടി എടുത്തുക. ഹൗ, വല്ലാത്തൊരു അണ്ടിക്കലഹം. ഇത്രയൊക്കെ ചെയ്തിട്ടും വല്ല ഉളുപ്പുണ്ടോ നോക്കി കാണി. ഇതൊന്നും പോരാഞ്ഞിട്ടേ ഓല ഒലക്കമ്മല റാമ്പോ ആക്കും. ഇതൊന്നും കണ്ടോക്കി. no 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 എന്താ അവസ്ഥ! ഹൗ, എന്താ ഓൻ്റെ ഉളുപ്പില്ലാത്തൊരു നടത്തം. ഞാനതല്ല ശ്രദ്ധിച്ചേ, ഏതാപ്പ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ. മാനേ, വെറുതെ ഇവരപ്പം നടന്നിട്ടേ നാളെ കുണ്ടാന്ന് വിളി കേട്ടിട്ടേ പരാതി പറയാൻ വരരുത്. എനിക്കതല്ല, ഈ ആശയം എന്താ വല്ല കടലിലും ചാടാൻ നിൽക്കുക, മുങ്ങിത്തപ്പാന്. വെള്ളത്തിൽ ചാടുമ്പോൾ ശ്വാസം കിട്ടുന്ന ആ മാസ്ക് ഒക്കെ ഇട്ടുക്കുന്നു. അത് കണ്ണടയാണല്ലേ? കണ്ണട ഇട്ടാൽ പോരാ, നല്ല പവർ ഗ്ലാസ് ഇടണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ എൻ്റെ കണ്ണിന് തീരെ പവറില്ല. ആ പവർ ഉണ്ടെങ്കിൽ ഇജ്ജിപ്പോൾ ഈ കുണ്ടൻ്റെ ഒപ്പം നടക്കും. എന്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ ജീവിതം ഈ മല്ലൻ്റെ ഒപ്പം ജീവിച്ചു തീർക്കാനാ വിധി. അന്നൊക്കെ എത്ര മണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാലേ മമ്മൂട്ടി മറ്റേ സിനിമ പറയില്ലേ, തള്ളയെ കലിപ്പ് തീരുന്നില്ലല്ലോ എന്ന്. എടാ മൊയന്തേ, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, രണ്ട് ചിരട്ട വെച്ചിട്ടാണെങ്കിലും ജീവിക്കും. പക്ഷേ ഈ കുണ്ടൻ്റെ ഒപ്പം ജീവിച്ചാൻ്റെ ജീവിതത്തിക്കില്ലേ ഇനിയൊരു പാർട്ട്ണറിനെ ഇജ്ജ് നോക്കണ്ട. അത്ര ബുദ്ധിയില്ലാത്ത പെൺകുട്ടികളൊന്നും ഇപ്പം നാട്ടിലില്ല. കുറേ താടി മീസിയും ലുക്കും ഉണ്ടായിട്ട് എന്താ കാര്യല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ പോയില്ലേ കാര്യം. മറ്റവൻക്കാണെങ്കിൽ ബുദ്ധി അധികമായിട്ടും പോയി. ഓനുള്ള താടി മീസിയൊക്കെ പഠിച്ചിട്ടേ താൻ തരികിടത്തോന്ന് പറഞ്ഞ് നടക്കുക. ഇതിലിപ്പോൾ ആരാ മണ്ടൻ? അതെന്നോ തിരിച്ചറിയണോ അന്നോ രക്ഷപ്പെടും. എന്തായാലും ഇന്നുള്ള കാലം വല്ലാത്തൊരു കാലം, കലികാലം. എന്തായാലും ഇവരെ പോണവരങ്ങനെ പോയിക്കോട്ടെ, അവസാനം അണ്ടിത്തല്ലൊക്കെ മതിയാകുമ്പോഴേ നിർത്തിക്കോളും. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം? അല്ല നിങ്ങൾ തന്നെ പറയും, വല്ലാത്തൊരു വേഷം കെട്ടന്നെ. ഇവർക്കൊക്കെ ബുദ്ധി ഉദിച്ചിട്ടേ നല്ല രീതിയിൽ ജീവിച്ചു കാണാനേ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും തൽക്കാലം എത്രയും മതി. മറ്റൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.